തിരുവനന്തപുരത്തെ വെള്ളായണിക്കായലും പുഞ്ചക്കിരിയും സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ്. കായൽ സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്നവർ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ പ്രകൃതിക്ക് ദോഷമാകാതിരിക്കാൻ കരുതലോടെ പോരാടുകയാണ് ഒരു മനുഷ്യൻ. ചെറുതോണി തുഴഞ്ഞ് വെള്ളായണിക്കായലിൽ നിന്ന് ഇതിനോടകം നീക്കം ചെയ്തത് 1500 കിലോയിലധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. ഇന്ത്യയുടെ ഈ മഹാഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ചൂലെടുത്ത് വൃത്തിയാക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളെപ്പോലെ സാധാരണക്കാരന് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാന്നുള്ള ചിന്ത എനിക്ക് തോന്നി. ആദ്യമത്തെ എന്നെ കളിയാക്കിയിരുന്നു, എന്നെ ചിലപ്പോൾ ചീത്ത വിളിച്ചവരുണ്ടായിരുന്നു. ജൈവ സംസ്കൃതിയുടെ കലവറയാണ് വെള്ളായണിക്കായലും പുഞ്ചക്കിരിയും. വെള്ളായണിക്കായലിനെ മാലിന്യമുക്തമാക്കുന്നതിൽ, പ്ലാസ്റ്റിക് രഹിതമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരാളെക്കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. ബിനു പുഞ്ചക്കരി എന്ന വെള്ളായണിക്കാരൻ സ്വന്തമായി തോണി തുഴഞ്ഞ് 1500 കിലോയിൽ പരം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് വെള്ളായണിക്കായലിൽ നിന്ന് നീക്കം ചെയ്തത്. കൊറോണ സമയത്ത് എല്ലാവരും അടച്ചിരുന്ന സമയത്താണ് ഞാൻ സ്വന്തമായിട്ടൊരു വള്ളം ഉണ്ടാക്കിയത്. ആ വള്ളം ഉണ്ടാക്കി തുടങ്ങിയതാണ് ഇതിൻ്റെ ആരംഭം. അതായത് ഞാൻ ഈ വള്ളം ഉണ്ടാക്കി ഇത് പരീക്ഷിക്കാൻ, അത് വെള്ളത്തിൽ മുങ്ങോ നെവരോ കിടക്കോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി കൊണ്ടിറങ്ങിയതാണ്. ആ സമയം അന്നേരം കണ്ട കുറച്ച് പ്ലാസ്റ്റിക് എടുത്തു. അത് കുറേ ദൂരം പോയപ്പം ഒത്തിരി ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ആയി. ഇപ്പോൾ 3.5 വർഷമായിട്ട് തുടങ്ങി 1600 കിലോയ്ക്ക് മേളിൽ വേസ്റ്റ് ഞാൻ എടുത്തു. കൊറോണയുടെ വിരസതയിൽ നിന്നാണ് ബിനു പുഞ്ചക്കരി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കാൻ ആരംഭിച്ചത്. അതിന്ന് വെള്ളായണിക്കായലിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചു. ഒത്തിരി പ്ലാസ്റ്റിക് കണ്ടപ്പോഴത്തേക്ക് ആൾക്കാർ വിചാരിച്ചു ഞാനിത് ഒറ്റയ്ക്ക് എടുത്ത് തീർക്കില്ല എന്ന് വിചാരിച്ചു. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയില്ല എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് അതിൽ നിന്നും ഞാൻ പാഠം ഉൾക്കൊണ്ടിട്ടാണ് 1600 കിലോ വേസ്റ്റ് ഞാൻ എടുത്തത്. അപ്പോൾ ആൾക്കാർക്ക് കൗതുകമായി. ഒറ്റയ്ക്കായാലും ഇത് കഴിയുമെന്ന് മനസ്സിലായതിന് ശേഷമാണ് ഇപ്പോൾ അതായത് പുഞ്ചക്കരി വാക്കേഴ്സ് സംഘടന, അല്ലാതെ വിവിധ സ്കൂളുകൾ, കോളേജുകൾ, സാംസ്കാരിക സംഘടനകൾ ഒക്കെ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കേവലം വെള്ളായണിയിലും പുഞ്ചക്കരിയിലും ഒതുങ്ങുന്നതല്ല ബിനുവിൻ്റെ സ്വപ്നം. എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മുക്തമായ ജലാശയങ്ങൾ. അതിപ്പോൾ പുഞ്ചക്കരി വെള്ളായണിക്കായലിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പുഞ്ചക്കരി തോടുന്നല്ല. ഇത് കഴിഞ്ഞ് ഇത് പൂർണ്ണമായി തീർന്നു വന്നു കഴിഞ്ഞാൽ അടുത്ത് എവിടെയാണോ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് കാണുന്നത് അങ്ങോട്ട് പോകണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വച്ഛ് ഭാരത് അഭിയാനും തനിക്ക് പ്രചോദനമായെന്ന് ബിനു പറയുന്നു. ഈ മഹാഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ചൂലെടുത്ത് വൃത്തിയാക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളെപ്പോലെ സാധാരണക്കാരന് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാന്നുള്ള ചിന്ത എനിക്ക് തോന്നി. അദ്ദേഹം മുൻകൈ എടുത്തതിൽ തന്നെയാണ് എനിക്കിതിൽ വീണ്ടും ചെയ്യണമെന്ന് തോന്നാനുള്ള കാരണം. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരോട് മാത്രമല്ല, അത് കൃത്യമായി നിർമ്മാർജ്ജനം ചെയ്യാത്ത സർക്കാർ സംവിധാനങ്ങളോടും ബിനുവിന് വിയോജിപ്പാണ്. സഞ്ചാരികളോടല്ല, നമ്മളിവിടുത്തെ സർക്കാർ സംവിധാനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. വരുന്നവർക്ക് ദാഹിക്കുമ്പോൾ അവർ വെള്ളം വാങ്ങിച്ച് കുടിക്കും, വിശക്കുമ്പോൾ പാക്കറ്റ് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കും. അവർ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന സാധനം അതിനെ കളക്ട് ചെയ്ത് അതിനെ സംസ്കരിക്കാനുള്ള സംവിധാനം ഇവിടുത്തെ സർക്കാർ ഉണ്ടാക്കണം. പ്ലാസ്റ്റിക് എന്ന മഹാവിപത്ത് പ്രകൃതിക്കും മനുഷ്യനും ദോഷകരമാകുന്ന ഈ സാഹചര്യത്തിൽ ബിനു പുഞ്ചക്കരിയെ പോലുള്ളവർ ഒരു ഓർമ്മപ്പെടുത്തലുകളാണ്. ഇനിയെങ്കിലും നമുക്ക് പ്രതിജ്ഞ ചെയ്യാം പ്ലാസ്റ്റിക് മാലിന്യത്തെ മുക്തമാക്കാൻ. പരിഹാസങ്ങളും ആക്ഷേപങ്ങളും വകവയ്ക്കാതെ ലോക പരിസ്ഥിതി ദിനത്തിലും ബിനു പുഞ്ചക്കരിയുടെ യാത്ര തുടരുകയാണ്. ക്യാമറമാൻ വിജു എം സായിക്കൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം.